പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനായി UDF ട്രോളി ബാഗിൽ പണം എത്തിച്ചെന്ന പരാതിയിൽ തെളിവില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പാലക്കാട് എസ്പിക്ക് റിപ്പോർട്ട് കൈമാറി. തുടർ നടപടി ആവശ്യമില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, ഉപതെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഏറെ വിവാദമായിരുന്നു ഈ ട്രോളി ബാഗിൽ പണം എത്തിച്ചു എന്നതടക്കമുള്ള കാര്യം. BJPയും LDFും വലിയ രീതിയിൽ ഇതൊരു ആയുധമാക്കിയിരുന്നു. കൂടാതെ തന്നെ പാതിര അന്വേഷണം, പാതിര നാടകം എന്നിങ്ങനെയെല്ലാം ഈ ഒരു ട്രോളി ബാഗിൽ പണം എത്തിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ളൊരു വിവാദമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ട്രോളി ബാഗ് കാലിയായിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിടെ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ ട്രോളി ബാഗിൽ, നീല ട്രോളി ബാഗിൽ UDF നേതാക്കൾ ഉപതെരഞ്ഞെടുപ്പിന് പണം എത്തിച്ചു, ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പണം എത്തിച്ചു എന്നുള്ള ആരോപണം. അതിന്റെ ഭാഗമായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ താമസിച്ചിരുന്ന KPM ഹോട്ടലിലേക്ക് രാത്രി പോലീസ് എത്തുന്നു. ആ നേതാക്കളുടെ മുറിയിലടക്കം കയറി പോലീസ് പരിശോധന നടത്തുന്നു. ബിന്ദു കൃഷ്ണ, അതുപോലെ തന്നെ മുൻ MLA ആയ ഷാനിമോൾ ഉസ്മാൻ എന്നിവരുടെയൊക്കെ റൂമുകളിലേക്കാണ് ഈ സംഘം കയറിയത്. അതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഒരു നീല ട്രോളി ബാഗിൽ ഈ പണം എത്തിച്ചു എന്നുള്ളതായിരുന്നു ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. CPIM അടക്കം ആ ആരോപണം ശക്തമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. CPM ഈ CCTV ദൃശ്യങ്ങൾ, ഈ ട്രോളി ബാഗുമായി നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിലെ പ്രതിയും KSU നേതാവുമായ ഫെനി നൈനാൻ ഒരു നീല ട്രോളി ബാഗുമായി ഈ KPM ഹോട്ടലിലേക്ക് പോകുന്നത്, ആ ഹോട്ടലിൽ ഒരു മുറിയിലേക്ക് ഈ ബാഗ് എത്തിക്കുന്നു. ആ മുറിയിൽ ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ ശ്രീകണ്ഠൻ അടക്കമുള്ള നേതാക്കൾ ഉള്ള മുറിയിലേക്കാണ് ഈ ബാഗ് എത്തിക്കുന്നത്. പിന്നീട് അത് തിരികെ കൊണ്ടുപോകുന്നു. ഈ ബാഗിൽ പണമാണ്, അത് അവിടെ നിന്ന് മാറ്റി, ഈ റെയ്ഡിന് മുമ്പ് മാറ്റി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് CPIMന്റെ പാലക്കാട് ജില്ലാ നേതൃത്വം അടക്കം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ CPIM ഈ ആരോപണം ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ട ഡിവൈഎസ്പിക്ക് പരാതി, പാലക്കാട് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇതിന്റെ അന്വേഷണം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് നൽകുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആ റിപ്പോർട്ട്, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ്, ആ റിപ്പോർട്ട് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിരിക്കുകയാണ്. ഏതായാലും ഇതിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇതാണ്, അതായത് ഈ നീല ട്രോളി ബാഗിൽ പണം എത്തിച്ചു എന്ന് പരാതിയിൽ പറയുന്ന നീല ട്രോളി ബാഗ്, ആ നീല ട്രോളി ബാഗിൽ പണം ഉണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവുമില്ല. ഈ അന്വേഷണത്തിൽ ഒരു തെളിവും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു തുടർ അന്വേഷണത്തിൻ്റെയോ തുടർ നടപടിയുടെയോ ആവശ്യമില്ല എന്നുകൂടി ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ഇനി ഇക്കാര്യത്തിൽ ജില്ലാ പോലീസ് മേധാവിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ അന്വേഷണത്തിൽ ഒരു തെളിവും കണ്ടെത്താനായില്ല. അല്ലാതെ ഈ പരാതിയെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. ആന്റണി, ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം, പാതിര അന്വേഷണം തന്നെ നടക്കുന്നു നിലവിൽ. ഈ ഒരു സാഹചര്യത്തിൽ BJPയുടെയും അതോടൊപ്പം തന്നെ LDFിന്റെയും ആളുകൾ അവിടെ എത്തുന്നു. കൂടാതെ തന്നെ ഈ UDFിന്റെ വനിതാ നേതാക്കളുടെ അടക്കം മുറികളിലെത്തി പരിശോധന നടത്തുന്നു. അവരെ അപമാനിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ? ഈ UDFിനെ സംബന്ധിച്ച് ഇതൊരു വലിയ വിജയം തന്നെയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയത്തോടു കൂടി തന്നെ ഈ ഒരു വിവാദവും വലിയൊരു വിജയത്തോടു കൂടി തന്നെയായിരിക്കും ഇവർ ഏറ്റെടുക്കാൻ പോകുന്നത്, അല്ലേ? തീർച്ചയായും UDFിനെ സംബന്ധിച്ച് അത് ഒരു ഈ അന്വേഷണ റിപ്പോർട്ട് ഒരു വലിയ, അവരെ സംബന്ധിച്ച് വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായ ചർച്ച ഈ പാതിര നാടകം അടക്കം ഉള്ളതായിരുന്നു. രാത്രിക്ക് ഈ KPM ഹോട്ടലിലേക്കുള്ള പോലീസിന്റെ കടന്നുവരവും അവിടെ നടന്ന പരിശോധനകളും, പിന്നീട് അവിടെ കോൺഗ്രസ് DYFI പ്രവർത്തകർ തമ്മിൽ, BJP പ്രവർത്തകർ തമ്മിലൊക്കെ സംഘർഷമുണ്ടാകുന്ന സാഹചര്യമൊക്കെ കണ്ടതാണ്. ഒരു രാത്രിയും മുഴുവൻ നീണ്ടുനിന്ന നാടകീയ രംഗങ്ങൾ. ഏതായാലും അന്ന് CPM
നിരന്തരമായി ആരോപിച്ചിരുന്ന ഈ ഒരു ആരോപണമാണ്. അല്ലെങ്കിൽ CPM അതിന് അത് തെളിയിക്കുന്നതിന് വേണ്ടി CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തേക്ക് വിടുകയും ചെയ്തിരുന്നു. പിന്നീട് ആ പെട്ടി വിവാദത്തിൽ നിന്ന് CPM പയ്യെ പിന്മാറുന്ന കാഴ്ചയും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കാണാനും സാധിച്ചു. ഏതായാലും നേതാക്കളുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും വരേണ്ടതുണ്ട്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് ഈ അന്വേഷണ റിപ്പോർട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കുന്നതാണ്. നമുക്കറിയാം ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ തന്നെ ഒരു നീല ട്രോളി ബാഗുമായാണ് പാലക്കാട്ടെ അന്ന് UDF സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടം പത്രസമ്മേളനം നടത്തിയത്. ആ നീല ട്രോളി ബാഗിൽ തന്റെ വസ്ത്രങ്ങളാണ് ഉണ്ടായിരുന്നത്, അതിനപ്പുറത്തേക്ക് അതിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് താൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ട്രോളി ബാഗാണെന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അന്ന് ആ പത്രസമ്മേളനം ആ ട്രോളി ബാഗ് വെച്ച് തന്നെയാണ് ഇപ്പോഴത്തെ പാലക്കാടിന്റെ MLA-യും അന്ന് സ്ഥാനാർത്ഥിയുമായിരുന്ന രാഹുൽ മാങ്കൂട്ടം പത്രസമ്മേളനം നടത്തിയത്. ഏതായാലും അന്നു മുതൽ തന്നെ UDF ആവർത്തിച്ച് പറഞ്ഞിരുന്നത് അത്തരത്തിലൊരു പണം കടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും അത് സാധൂകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP നൽകിയിരിക്കുന്നത്. ഏതായാലും ആ റിപ്പോർട്ടിൽ ഈ പണം കടത്തി എന്നതിന് യാതൊരു തെളിവും കണ്ടെത്താനായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ശരി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനായി UDF ട്രോളി ബാഗിൽ പണം എത്തിച്ചെന്ന പരാതിയിൽ തെളിവില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആന്റണി ജോർജ്.